കള്ളനോട്ട് കേസിൽ നിന്ന് രക്ഷിക്കാൻ കോൺഗ്രസ് നേതാവ് പാലോട് രവിയും പോലീസ് ഉദ്യോഗസ്ഥരും തന്റെ പക്കൽ നിന്നും പണം വാങ്ങിയെന്ന് പ്രതിയുടെ മൊഴി. 2013 കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായ കള്ളനോട്ട് കേസിലെ പ്രതിയും ISRO മുൻ ഉദ്യോഗസ്ഥനുമായ മാധവ് കുറുപ്പാണ് പോലീസിന് ഇപ്പോൾ മൊഴി നൽകിയത്. 2 ലക്ഷം രൂപ വാങ്ങി അഭിഭാഷകനും പാലോട് രവിയും ഡിവൈഎസ്പിയും ചേർന്ന് രക്ഷപ്പെടുത്തിയെന്ന പ്രതിയുടെ മൊഴിയുടെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, കള്ളനോട്ട് കേസിൽ തന്നെ രക്ഷപ്പെടുത്താൻ ഒരു കോൺഗ്രസ് നേതാവ് ഇടപെട്ടുവെന്ന് പ്രതി തന്നെ മൊഴി നൽകിയിരിക്കുകയാണ്. വളരെ ഗുരുതരമായ ഒരു ആരോപണമല്ലേ ഇത്? ഇത് ഇപ്പോൾ ഈ കേസ് പുറത്തു വരുന്നതിന് മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ ഇന്നലെയും ഇന്നുമായി ചില മാധ്യമങ്ങളിലൊക്കെ തന്നെ ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. മയക്കുമരുന്ന് കൊല്ലം ഈസ്റ്റ് പോലീസ് 2013 പിടികൂടിയ ഈ മയക്കുമരുന്ന് അത് പിന്നീട് ലാബ് പരിശോധനയിൽ മയക്കുമരുന്ന് അല്ല എന്ന് കണ്ടെത്തി എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നു. ഈ വാർത്ത പുറത്തു വന്നത് പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പകപോക്കലിന്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ സംഭവമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നതും. അങ്ങനെ കാണിച്ചുകൊണ്ട് ഇതിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. 2013 കൊല്ലം ഈസ്റ്റ് പോലീസ് ഏതാണ്ട് കോടിക്കണക്കിന് രൂപ വില വരുന്ന മയക്കുമരുന്ന് പിടികൂടിയിരുന്നു. ഈ മയക്കുമരുന്ന് ലാബ് പരിശോധനയിൽ ഇപ്പോൾ റിപ്പോർട്ട് FSL റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ചോർത്തി എന്നുള്ളതാണ്. ഈ ചോർത്തിയ ഉദ്യോഗസ്ഥനാണ് ഇതിൽ ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പുറത്തുവിടുന്ന വാർത്തയിലെ ഡിവൈഎസ്പി, അദ്ദേഹം ഹെഡ്ക്വാർട്ടേഴ്സിലെ ഡിവൈഎസ്പി കൂടിയാണ്. ഗോപകുമാർ എന്ന ഡിവൈഎസ്പി ആണ് ഈ റിപ്പോർട്ട് പുറത്തു വിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ SI ഗോപകുമാറിന്റെ പരാതിയിൽ ആരോപിക്കുന്നത്. ഇത് സംബന്ധിച്ച പരാതി DGPക്കും മറ്റു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും SI ഗോപകുമാർ നൽകിയിട്ടുണ്ട്. ഇതിന് ഇപ്പൊ നമ്മൾ ആദ്യം പുറത്തുവിട്ട വാർത്തയുടെ അതിന്റെ കാരണങ്ങൾ ഇതാണ്. അതിന്റെ മൊഴിയിൽ ഇങ്ങനെയാണ് പറയുന്നത്. 2013 കൊല്ലം ഈസ്റ്റ് പോലീസ് ഇതേ SI ഗോപകുമാർ തന്നെ കള്ളനോട്ട് കേസുമായി ബന്ധപ്പെട്ട് ISRO മുൻ ഉദ്യോഗസ്ഥൻ കൂടിയായ മാധവ കുറുപ്പിനെ പിടികൂടിയിരുന്നു. 2,65,000 രൂപയുടെ കൗണ്ടർഫീറ്റ് കേസാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കേസിൽ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥനെ സാക്ഷി നിർത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പ്രതിയുടെ മൊഴി അതിലാണ് മാധവ് കുറുപ്പ് എന്ന പ്രതി ഇതില് 2011 നെയ്യാറ്റിൻകരയിൽ പോലീസ് ചാർജ് ചെയ്ത കേസിൽ അന്നും തന്നെ അതിനകത്ത് പ്രതി ചേർക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അന്ന് കോൺഗ്രസ് നേതാവായ പാലോട് രവിക്ക് അതുപോലെ തന്നെ ഇത് DYSP ഗോപകുമാർ എന്നിവർക്ക് തന്റെ അഭിഭാഷകൻ തന്റെ മക്കളുടെ പക്കൽ നിന്ന് 2.5 ലക്ഷം രൂപ വാങ്ങി നൽകി എന്നാണ് മൊഴിയിൽ ആരോപിക്കുന്നത്. ഈ മൊഴിയുടെ പകർപ്പാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഈ മൊഴി പകർപ്പ് കൊല്ലം ഈസ്റ്റ് SI ആയിരുന്ന ഗോപകുമാർ പുറത്തുവിട്ടു. അത് മേലുദ്യോഗസ്ഥർക്ക് കൈമാറി എന്നുള്ളതിന്റെ പകപോക്കലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ലാബ് റിപ്പോർട്ട്, മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ലാബ് റിപ്പോർട്ട് പുറത്തുവിടുന്നതിനും അങ്ങനെ ഒരു ഗൂഢനീക്കം SI ഗോപകുമാറിനെതിരെ ഉയരാൻ കാരണമെന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. രാജ്കുമാർ, ഇത്തരത്തിൽ ആരോപണ വിധേയനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായുള്ള കോൺഗ്രസ് നേതാവിന്റെ ബന്ധം അത് മുൻപും പല കേസുകളിൽ സ്വാധീനിക്കാൻ ഇടയായിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായും കള്ളനോട്ട് കേസിൽ പാലോട് രവി ഇതിൽ ബന്ധപ്പെട്ടു. പിന്നീടും ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ മറ്റു ചില കോൺഗ്രസ് നേതാക്കളും നിരന്തരം ശ്രമിച്ചിരുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ആ കള്ളനോട്ട് കേസിൽ തന്നെ ഇത് പിന്നീട് റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇതില് SI അതുപോലെ CI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായെങ്കിലും DYSP ഗോപകുമാറിനെ കോൺഗ്രസ് നേതൃത്വത്തിൽ ചില നേതാക്കന്മാർ സംരക്ഷിച്ചു നിർത്തുകയായിരുന്നു. ഗോപകുമാറിനെതിരെ യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ചോദിച്ചതുപോലെ DYSP ഗോപകുമാർ ഇതില് പാലോട് രവി എന്നിവരുമായി ചേർന്നാണ് ഇതിൽ പ്രതി മാധവക്കുറുപ്പിനെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഈ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിൽ അതുപോലെ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന കൊല്ലം ഈസ്റ്റ് SI ഗോപകുമാറിന്റെ പരാതിയിലും അദ്ദേഹം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും ആരോപിക്കുന്നത്. കള്ളനോട്ട് കേസിൽ നിന്ന് രക്ഷിക്കാൻ കോൺഗ്രസ് നേതാവ് പാലോട് രവിയും പോലീസ് ഉദ്യോഗസ്ഥരും തന്റെ പക്കൽ നിന്നും പണം വാങ്ങിയെന്ന് പ്രതിയുടെ മൊഴി പകർപ്പാണ് പീപ്പിൾ TV പുറത്തുവിട്ടത്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്, സർക്കാരിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായി ചില പോലീസുകാർ നിലപാടെടുക്കുന്നുവെന്നും ഇക്കാര്യം സർക്കാർ പരിശോധിക്കണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ. എല്ലാ കേസുകളിലും UAPA ചുമത്താൻ പാടില്ലെന്നും കമൽ സിക്കെതിരായി രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത് പുനഃപരിശോധിക്കണമെന്നും UAPA ദുരുപയോഗം ചെയ്യാൻ പാടില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. സർക്കാരിന്റെ പ്രഖ്യാപിതമായ പോലീസ് നയത്തിന് വിരുദ്ധമായിട്ടും കേരള പോലീസ് ആക്ടിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ചില പോലീസ് ഓഫീസർമാർ സംസ്ഥാനത്തുണ്ട് എന്നാണ് സമീപകാലത്തുണ്ടായ ചില സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. അത്തരം പ്രശ്നങ്ങളിൽ ഗവൺമെൻറ് കർശനമായുള്ള നടപടി
സ്വീകരിച്ചു വരുന്നുണ്ട്. എല്ലാ കേസുകൾക്കും UAPA ചുമത്തണമെന്ന അഭിപ്രായം ഗവൺമെൻറ്റിനില്ല. ഭീകരപ്രവർത്തനങ്ങൾ തടയുന്നതിന് വേണ്ടി മാത്രമേ UAPA ചുമത്താൻ പാടുള്ളൂ. ചവറയിലെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് 124A ചുമത്തിയതായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. അത്തരം കേസുകളിൽ 124A ചുമത്താൻ പാടില്ല. രാജ്യദ്രോഹ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് ഇതുപോലുള്ള കേസുകളിൽ വകുപ്പുകൾ ചേർക്കുന്നത് അത് തെറ്റായ സന്ദേശമാണ് നൽകുക. രാജ്യദ്രോഹ കുറ്റവും UAPAയും ചുമത്തുന്നതിനെ എക്കാലവും ശക്തമായി എതിർക്കുന്ന നിലപാടാണ് പാർട്ടിയുടേതെന്ന് CPIM. ദേശീയഗാന വിഷയത്തിൽ കേരളത്തിൽ ആർക്കെതിരെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ടില്ലെന്നും കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കി. പോലീസിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിക്കുന്നു എന്ന വിമർശനം സംസ്ഥാന സർക്കാർ പരിശോധിക്കുമെന്നും പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻപിള്ള പറഞ്ഞു. രാജ്യദ്രോഹ കുറ്റം ചാർത്തുന്ന 124A വകുപ്പിനെയും UAPA നിയമത്തെയും ശക്തമായി എതിർക്കുന്ന നിലപാടാണ് CPIMന്റേതെന്ന് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കി. ദേശീയഗാന വിഷയത്തിൽ എഴുത്തുകാരൻ കമൽ C. ചവറയ്ക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയതായി വാർത്തകൾ വന്നിരുന്നു. രാജ്യദ്രോഹ കുറ്റം നീക്കം ചെയ്യാൻ ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. ദേശീയഗാന വിഷയത്തിൽ കേരളത്തിൽ ആർക്കെതിരെയും രാജ്യദ്രോഹ കുറ്റം നിലവിലില്ലെന്നും കേന്ദ്ര കമ്മിറ്റിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ CPIM വ്യക്തമാക്കി. UAPAയുടെ പ്രയോഗം പാർട്ടി അംഗീകരിക്കുന്നില്ലെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻപിള്ള പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എക്കാലത്തും അൺലാഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടിന്റെ ഉപയോഗത്തെ എതിർത്തു വരികയാണ്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും വർഗീയതയ്ക്കെതിരെയും കേരളത്തിലെ ഇടത് സർക്കാർ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇക്കാരണങ്ങൾ കൊണ്ട് RSSും BJPയും കേരളത്തെ ഉന്നം വയ്ക്കുന്നു. തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും CPM നേതൃത്വം മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാജ്യദ്രോഹം എന്ന പേരിൽ UAPA ചുമത്തുന്നത് ശരിയല്ലെന്ന് പ്രകാശ് കാരാട്ട്. കേരള പോലീസും UAPA ഉപയോഗിക്കുന്നു. പോലീസുകാർക്ക് UAPA കുറിച്ച് മനസ്സിലാക്കി കൊടുക്കണമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. We are totally against the use of sedition. Anybody can write anything. I have seen what has been written by that person. There's nothing seditious about it. So, the police in Kerala, I think, should be educated. Because the Supreme Court itself has said that this sedition clause can be used only if there is a direct incitement to violence and which will create a serious law and order situation. So today that person who was arrested under section 124A, even if you don't stand up for the national anthem, it cannot be considered sedition according to the law of our country. So I'm sure that the LDF government here will ensure that this sort of interpretation of the law by the police will not take place, and they will nullify the use of the sedition clause in the case which was recently registered. നദീറിനെതിരെ തെളിവുകളില്ലെന്ന് DGP ലോക്നാഥ് ബെഹ്റ. ചോദ്യം ചെയ്യാനാണ് വിളിപ്പിച്ചതെന്നും കമൽ സിക്കെതിരെ UAPA ചുമത്തിയിട്ടില്ലെന്നും DGP ലോക്നാഥ് ബെഹ്റ മാധ്യമങ്ങളോട് പറഞ്ഞു. മിസ്റ്റർ ചാവറയുടെ കേസിൽ ഞങ്ങൾ ഇതുവരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു കേസ് രജിസ്റ്റർ ചെയ്തു ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ. അദ്ദേഹത്തെ വിളിച്ചിട്ട് അങ്ങരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തണമല്ലോ. ആ സമയത്ത് നിങ്ങൾ പറഞ്ഞു അവർ അറസ്റ്റ് ചെയ്തു. പിന്നെ പറഞ്ഞു മിസ്റ്റർ നാദിറുടെ ഒരു ഇതോട് ഞങ്ങൾ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ ഒരു സംശയത്തിന് ഒരു സസ്പീഷ്യനിൽ ആ സസ്പീഷ്യൻ അടിസ്ഥാനത്തിൽ വിളിച്ചിട്ട് പിന്നെ അദ്ദേഹത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. കുറച്ച് കാര്യങ്ങൾ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി ചെക്കപ്പ് ചെയ്തു. ഇപ്പോൾ അദ്ദേഹം വിട്ടുല്ലോ. കുറേ എക്സ്റ്റോർഷൻ എന്നാലും നടത്തി. അതോട് UAPAയിലെ കേസുണ്ടോ മാർച്ച് മാസത്തിൽ. ആ കേസിലെ ഒരു ആളെ വിക്ടിമിൻ്റെ ഒരു സൈഡിൽ ഒരു സംശയം ഉണ്ടോ ഈ ആളായിരിക്കും. അപ്പോൾ പോലീസിൽ പറഞ്ഞു. അങ്ങനെയൊക്കെ ഞങ്ങൾ വിളിച്ചു ചോദിച്ചു. പിന്നെ അതൊക്കെ കുറച്ച് സയൻറ്റിഫിക് ചെക്കപ്പ് ചെയ്യാനുണ്ടല്ലോ. ചെക്കപ്പ് ചെയ്ത ശേഷം നമുക്ക് ബോധ്യപ്പെടുത്തി ഈ അദ്ദേഹം ചിലപ്പോൾ അതിൽ ഇല്ല. കാരണം അങ്ങനെ ഒരു തെളിവ് ഓർമ്മയില്ല. അതുകൊണ്ട് ഞങ്ങൾ വിട്ടു. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത മനുഷ്യാവകാശ പ്രവർത്തകൻ നദീറിനെ വിട്ടയച്ചു. നദീറിനെതിരെ തെളിവുകൾ കിട്ടിയിട്ടില്ലാത്തതിനെ തുടർന്നാണ് വിട്ടയച്ചത്. മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്ന സംശയത്താൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത സിനിമാ പ്രവർത്തകൻ നദീറിനെ പോലീസ് വിട്ടയച്ചു. മതിയായ തെളിവുകളില്ലെന്ന കാരണത്താലാണ് വിട്ടയച്ചത്. ഇയാളുടെ ഫോട്ടോ ഐഡന്റിഫൈ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു വെരിഫിക്കേഷന് വേണ്ടി നമ്മളെ ഇന്നലെ വിളിച്ചു.
വെരിഫിക്കേഷൻ സമയത്ത് ഇയാളെ ഫോട്ടോ ഇപ്പോൾ ഒരു ഏകദേശം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ വേറെ ടെക്നിക്കൽ അനാലിസിസ് ഇയാളുടെ പ്രസൻസ് അങ്ങനെ അതിൻ്റെ ഒരു ജസ്റ്റിഫൈ ആവുന്നില്ല. സോ ആസ് ഓഫ് നൗ വി ആർ റിലീസിങ് ഹിം വിത്ത് എ റിക്വസ്റ്റ് ദാറ്റ് ഇപ്പോൾ നമുക്ക് പോലീസിലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഇയാൾക്ക് തിരിച്ചു വരാം. ഗ്രൗണ്ടിൽ മീൻസ് ഇതുവരെ ഇയാൾക്ക് അറസ്റ്റ് ചെയ്യാനുള്ള എവിഡൻസസ് ഇപ്പോൾ സഫീഷ്യൻ്റ് അല്ല. സോ നമുക്ക് ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ എന്തെങ്കിലും എവിഡൻസ് കിട്ടിയപ്പോൾ നമുക്ക് ഇയാൾക്ക് എപ്പോൾ വേണം അറസ്റ്റ് ചെയ്യാം. 2014 മാർച്ച് 3 കണ്ണൂർ ആറളം വിയറ്റ്നാം കോളനിയിൽ സായുധരായ 7 മാവോയിസ്റ്റുകൾക്കൊപ്പം കാട്ടുതീ എന്ന ലഘുലേഖ വിതരണം ചെയ്യാനെത്തിയവരിൽ നദീറുമുണ്ടെന്ന് കോളനിയിലെ രജനി എന്ന സ്ത്രീ ഫോട്ടോ കണ്ട് തിരിച്ചറിഞ്ഞിരുന്നു. 4 പേരെ നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. 3 പേരിൽ നദീർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയത്തെ തുടർന്നാണ് സിനിമാ നാടക പ്രവർത്തകൻ കമൽ സി ചവറയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശിക്കാനെത്തിയ സമയം മെഡിക്കൽ കോളേജ് പോലീസിന്റെ സഹായത്തോടെ ആറളം പോലീസ് നദീറിനെ കസ്റ്റഡിയിലെടുത്തത്. നദീർ സന്ദർശനം നടത്തിയതായുള്ള മൊഴിയൊഴികെ മൊബൈൽ റേഞ്ച് അടക്കമുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഒന്നും തന്നെ നദീർ സന്ദർശിച്ചു എന്ന കാര്യത്തെ സാധൂകരിക്കുന്നില്ല എന്നാണ് വിട്ടയക്കുന്നതിന് കാരണമായി ജില്ലാ പോലീസ് മേധാവി സഞ്ജയ് ഗുരുഡിൻ അറിയിച്ചത്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സിനിമാ സമരം അവസാനിപ്പിക്കുന്നതിനായി പാലക്കാട് വടക്കാഞ്ചേരിയിൽ വിതരണക്കാരും തിയേറ്റർ ഉടമകളുമായി മന്ത്രി AK ബാലന്റെ അധ്യക്ഷതയിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടു. പ്രശ്നപരിഹാരത്തിനായി കമ്മീഷനെ വയ്ക്കാമെന്ന് സർക്കാർ നിർദ്ദേശിച്ചെങ്കിലും പൂർണ്ണ അംഗീകാരം ലഭിച്ചില്ല. ഇക്കാര്യത്തിൽ ആലോചിച്ച് തീരുമാനം പറയാമെന്ന് എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ വ്യക്തമാക്കി. ഇതോടെ ക്രിസ്മസ് റിലീസിംഗ് പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വിവരങ്ങളുമായി ലതീഷ് ചേരുകയാണ്. ലതീഷ്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഗ്രീഷ്മ, തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ, ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, കേരള ഫിലിം ചേംബർ തുടങ്ങിയ സംഘടനാ നേതാക്കളുമായി പാലക്കാട് വടക്കാഞ്ചേരിയിലാണ് സാംസ്കാരിക മന്ത്രി AK ബാലൻ ചർച്ച നടത്തിയത്. ഈ ചർച്ചയിൽ ഇരുകൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാതെ വന്നതോടെ ഈ ചർച്ച പരാജയപ്പെടുകയായിരുന്നു. തിയേറ്റർ വരുമാനം പങ്കിടുന്നത് സംബന്ധിച്ച പ്രശ്നം പഠിക്കാൻ കമ്മീഷൻ രൂപീകരിക്കാമെന്നും അതുവരെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ക്രിസ്മസ് റിലീസുകൾക്ക് അനുമതി നൽകണമെന്ന ആവശ്യവും മന്ത്രി മുന്നോട്ട് വെച്ചു. എന്നാൽ ഇക്കാര്യത്തിലൊന്നും ഒരു അനുകൂല തീരുമാനം ഇരുകൂട്ടരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. എന്നാൽ കമ്മീഷൻ രൂപീകരണത്തെ തിയേറ്റർ ഉടമകൾ ആണ് പ്രധാനമായും എതിർത്തത്. അവർക്ക് ഇത് ആലോചിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ നിലപാടെടുക്കാൻ കഴിയൂ എന്ന് അവർ പറഞ്ഞു. ഈ ഏകപക്ഷീയമായ നിലപാടാണ് നിർമ്മാതാക്കൾ സ്വീകരിച്ചതെന്നും തിയേറ്റർ ഉടമകൾ പിന്നീട് പ്രതികരിക്കുകയുണ്ടായി. എന്നാൽ എത്ര നഷ്ടമുണ്ടായാലും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാതെ റിലീസ് ഉണ്ടാകില്ലെന്ന നിലപാട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും യോഗത്തിൽ എടുത്തു. ഇതോടെ ക്രിസ്മസ് ചിത്രങ്ങളുടെ റിലീസ് ഏതാണ്ട് പ്രതിസന്ധിയിലായ മട്ട് തന്നെയാണ്. സംസ്ഥാന സർക്കാർ എപ്പോഴും ഏത് വിഭാഗവുമായും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഈ ചർച്ചയ്ക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഗിരീഷ്മ, ഡിവൈഎഫ്ഐ 10ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ലോഗോ കൊച്ചിയിൽ പ്രകാശനം ചെയ്തു. കേരള ബ്ലാസ്റ്റേഴ്സ് താരം CK വിനീതാണ് ലോഗോ പ്രകാശനം നിർവഹിച്ചത്. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് TV രാജേഷ് MLA, ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം TV അനിത, സംസ്ഥാന സെക്രട്ടറി S സതീഷ്, ജില്ലാ സെക്രട്ടറി KS അരുൺകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി കൂടിയായിട്ടുള്ള സഖാവ് TV രാജേഷ് MLA ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് TV അനിത ഇതിനകത്ത് പങ്കെടുക്കുന്നു. അതുപോലെ ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി സഖാവ് KS അരുൺകുമാർ ഇതിൽ പങ്കെടുക്കുന്നു. KSRTC ജീവനക്കാരുടെ സംഘടനകൾ നാളെ ആരംഭിക്കാനിരിക്കുന്ന അനിശ്ചിതകാല പണിമുടക്ക് പിൻവലിച്ചു. ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ശമ്പള കുടിശ്ശികയും പെൻഷനും ഉടൻ നൽകുമെന്നും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കില്ലെന്നും ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. KSRTCയിൽ കുറഞ്ഞ നിരക്ക് ഏകീകരിച്ചതിലൂടെ 25 ലക്ഷം രൂപ അധിക വരുമാനം ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ ധനകാര്യ സ്ഥാപനങ്ങളുമായി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകൾ പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. കുറച്ച് സാമ്പത്തിക സഹായം ഇവരിൽ നിന്ന് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കിട്ടുന്ന മുറക്ക് 2 ദിവസത്തിനകം ഡീസൽ വില വർധനവിന്റെ സാഹചര്യത്തിൽ ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക്. ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ അനുകൂല തീരുമാനമുണ്ടാകാത്തതിനാലാണ് സമരത്തിലേക്ക് നീങ്ങുന്നതെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ഗോപിനാഥൻ പറഞ്ഞു. അതേസമയം ബസ് ഉടമകൾ വന്ന് കണ്ടിരുന്നുവെങ്കിലും സമരത്തെക്കുറിച്ച് അറിയിച്ചിട്ടില്ലെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കി.
സ്വകാര്യ ബസ്സുകളിലെ കുറഞ്ഞ നിരക്ക് 7 നിന്ന് 9 രൂപയായും കിലോമീറ്റർ നിരക്ക് 64 നിന്ന് 70 പൈസയായും വർദ്ധിപ്പിക്കണമെന്നാണ് സ്വകാര്യ ബസ്സുടമകളുടെ പ്രധാന ആവശ്യം. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് 50% നിജപ്പെടുത്തി കുറഞ്ഞ നിരക്ക് 5 രൂപയാക്കുക, വർദ്ധിപ്പിച്ച നികുതി നിരക്കുകൾ കുറയ്ക്കുക, അനധികൃത സമാന്തര സർവീസുകൾ തടയുക തുടങ്ങിയ ആവശ്യങ്ങളും സ്വകാര്യ ബസ്സുടമകൾ ഉന്നയിക്കുന്നു. ഇവ ഗതാഗത മന്ത്രി AK ശശീന്ദ്രനെ അറിയിച്ചെങ്കിലും അനുഭാവപൂർവമായ സമീപനമുണ്ടാവാത്തതിനാലാണ് സമരത്തിലേക്ക് നീങ്ങുന്നതെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ഗോപിനാഥൻ പറഞ്ഞു. ജനുവരി 2ാം വാരത്തോടുകൂടി തന്നെ സംസ്ഥാന സ്വകാര്യ ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് പോകാനാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഡീസലിന്റെയും സ്പെയർ പാർട്സുകളുടെയും വിലവർദ്ധനവ് ചൂണ്ടിക്കാട്ടിയാണ് സ്വകാര്യ ബസ്സുടമകൾ നിരക്ക് വർധനവ് ആവശ്യപ്പെടുന്നത്. അതേസമയം ബസ്സുടമകൾ തന്നെ കണ്ടിരുന്നെങ്കിലും സമരത്തിന് നോട്ടീസ് നൽകിയിട്ടില്ലെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കി. ഒരു പണിമുടക്ക് നോട്ടീസ് ഒന്നും അവർ തന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. 2014 ജൂണിലാണ് സംസ്ഥാനത്ത് അവസാനമായി ബസ് നിരക്കുകൾ വർദ്ധിപ്പിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേരിൽ നടന്ന ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ റിമാൻഡിലായിരുന്ന സിനിമാ താരം ധന്യ മേരി വർഗീസ് ഉൾപ്പെടെയുള്ള 4 പേരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തട്ടിപ്പ് സംബന്ധിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായാണ് പ്രതികളെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. അതേസമയം ഫ്ളാറ്റ് തട്ടിപ്പിൽ കൂടുതൽ ആളുകൾ ധന്യ മേരി വർഗീസിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഫ്ളാറ്റുകളും വില്ലകളും നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ ആവശ്യക്കാരിൽ നിന്ന് ഏകദേശം 130-ലധികം കോടി രൂപയുടെ തട്ടിപ്പാണ് നടി ധന്യ മേരി വർഗീസ്, ഭർത്താവും നടനുമായ ജോൺ ജേക്കബ്, സഹോദരൻ സാമുവൽ ജേക്കബ്, ജോണിന്റെ പിതാവ് ജേക്കബ് സാംസൺ എന്നിവർ ചേർന്ന് നടത്തിയത്. തട്ടിപ്പിനിരയായ നിരവധി ആളുകളുടെ പരാതിയെ തുടർന്ന് 4 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യിക്കുകയായിരുന്നു. തുടർന്ന് കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി. അപേക്ഷ പരിഗണിച്ചാണ് നടി ധന്യ മേരി വർഗീസ് ഉൾപ്പെടെയുള്ള 4 പ്രതികളെയും കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. 3 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡി. ഈ ദിവസങ്ങളിൽ പ്രതികൾ നടത്തിയ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവരാനാകുമെന്ന വിശ്വാസത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ മേൽനോട്ടം വഹിക്കുന്ന അന്വേഷണ സംഘം. പ്രതികൾ തട്ടിപ്പ് നടത്തിയ കോടികൾ ഉപയോഗിച്ചുണ്ടാക്കിയ സമ്പാദ്യവും ഭൂമിയുമാണ് അന്വേഷണത്തിൽ തെളിയേണ്ടത്. ധന്യ മേരി വർഗീസും ഭർത്താവും തട്ടിയെടുത്ത കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ച് ചെന്നൈ, ബാംഗ്ലൂർ, മുംബൈ എന്നിവിടങ്ങളിൽ ഫ്ളാറ്റും വസ്തുവും വാങ്ങിക്കൂട്ടിയെന്ന് പോലീസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇതും ചോദ്യം ചെയ്യലിൽ വ്യക്തമാകണം. കൂടാതെ ധന്യ മേരി വർഗീസിന്റെ താരപരിവേഷവും മറ്റു ചില താരങ്ങളുമായുള്ള തട്ടിപ്പിലെ പങ്കാളിത്തവും പോലീസ് പ്രതികളോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ 3 ദിവസം കൊണ്ട് ചോദ്യം ചെയ്യൽ നടപടി പൂർത്തിയാക്കാനാവില്ലെന്നും അതിനാൽ കസ്റ്റഡി കാലാവധി നീട്ടിക്കിട്ടാൻ കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മേളപ്പെരുക്കത്തിന്റെ വിസ്മയം തീർത്ത് സന്നിധാനത്ത് ചെറുശ്ശേരി കുട്ടന്മാരാരും സംഘവും പഞ്ചാരിമേളം അവതരിപ്പിച്ചു. കർണാടക സംഗീതത്തിലെ രൂപകാതാളത്തിൽ പഞ്ചാരിമേളം കൊട്ടിക്കയറിയപ്പോൾ ആസ്വാദകർക്കത് നവ്യാനുഭവമായി. സന്നിധാനത്തെ ധനുമാസ രാത്രിയെ അക്ഷരാർത്ഥത്തിൽ ആവേശത്തിന്റെ മേളപ്പെരുക്കത്തിലാഴ്ത്തിയാണ് ചെറുശ്ശേരി കുട്ടന്മാരാരൻ സംഘവും തിരുസന്നിധിയിൽ പഞ്ചാരിമേളം അവതരിപ്പിച്ചത്. തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ദീപം തെളിച്ചതോടെ മേളപ്പെരുക്കത്തിന് തിരികൊളുത്തി. പൂരത്തിൽ തിരുവമ്പാടി മേളപ്രമാണിയുടെ കൈവഴക്കത്തിൽ കർണാടക സംഗീതത്തിലെ രൂപകതാളത്തിൽ കുട്ടന്മാരാരൻ സംഘവും കൊട്ടിക്കേറിയപ്പോൾ ആസ്വാദകർ ആവേശത്തിന്റെ കൊടുമുടിയിലേറി. പതികാലത്തിൽ തുടങ്ങി തിരുകലാശത്തോടെയാണ് മേളപ്പെരുക്കം സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ, ശബരിമല.